അടുത്ത SDLC മോഡൽ സ്പൈറൽ മോഡൽ. നമ്മളിപ്പം വാട്ടർഫോൾ മോഡൽ പറഞ്ഞു, ഇൻക്രിമെൻ്റൽ മോഡൽ പറഞ്ഞു, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ പറഞ്ഞു. നെക്സ്റ്റ് സ്പൈറൽ മോഡൽ. സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോം പറഞ്ഞിട്ടുള്ളൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്തൊരു മോഡലാണ് സ്പൈറൽ മോഡൽ. ആൻഡ് സ്പൈറൽ മോഡലിൽ നമ്മളെ ഇപ്പം ഇങ്ങനെ സ്പൈറൽ പോലെ ഉണ്ടാവുക, സ്പൈറൽ പോലെ ഇരിക്കുന്ന മോഡലാണ് സ്പൈറൽ മോഡൽ. സ്പൈറൽ പോലെ മോഡൽ ചെയ്യുന്ന മോഡൽ. സ്പൈറൽ ഉദ്ദേശിക്കുന്നത് ഓരോ സ്പൈറലും അല്ലെങ്കിൽ ഓരോ ലൂപ്പും എന്ന് പറയുന്നത് ഓരോ ഫേസ് ആയിരിക്കും. ആൻഡ് അഗെയിൻ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് വാട്ടർഫോൾ മോഡൽ. രണ്ടിനെയും കോമ്പിനേഷനായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ അഗെയിൻ അതായത് നമ്മളിപ്പം ഇതുവരെ പറഞ്ഞ കുറേ മോഡൽ പോലെ തന്നെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും, എന്നിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് അഗെയിൻ വീണ്ടും ഈ നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് പോകും, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മറക്കരുത്, സാമ്പിൾ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വേർഷൻ വിച്ച് ഈസ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് വേർഷനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ സ്പൈറൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സീക്വൻഷ്യൽ മോഡൽ ഏതാ? വാട്ടർഫോൾ മോഡൽ. ഓക്കെ, ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സീക്വൻഷ്യൽ ആൻഡ് പ്രോട്ടോടൈപ്പ് മോഡൽ ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ഫോർ റിസ്ക് ഹാൻഡ്ലിംഗ്. ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇറ്റ് സപ്പോർട്ട് റിസ്ക് ഹാൻഡ്ലിംഗ്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം മീൻസ് നമുക്ക് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കാനുള്ള ഒരു സിറ്റുവേഷൻ, ഒരു നീഡ് ഉണ്ടായി, ഒരാവശ്യം ഉണ്ടായി. അപ്പം ഇറ്റ്സ് എ പ്രോബ്ലം. എന്തുകൊണ്ടാണ് ഒരു പുതിയ സിസ്റ്റം ഉണ്ടാക്കേണ്ടി വന്നത് എന്നൊക്കെ ഉള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷനൊക്കെ SDLCയുടെ ഫസ്റ്റ് ഫേസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ എന്താണ് പ്രോബ്ലം എന്നൊക്കെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. എന്നിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യാതൊക്കെ. അപ്പം ഈ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കുറേ സൊല്യൂഷൻസ് നമ്മൾ കണ്ടുപിടിക്കും. വിച്ച് മീൻസ് പുതിയൊരു സിസ്റ്റം ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസിഷൻ എടുക്കും. അപ്പോൾ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള നമ്മൾക്ക് കുറേ മെത്തേഡ്സ് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് സൊല്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സൊല്യൂഷനിൽ കുറേ സൊല്യൂഷൻ കണ്ടുപിടിക്കും. കുറേ സൊല്യൂഷനിൽ ബെറ്റർ സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഓരോ സൊല്യൂഷനിലെയും റിസ്ക് നമ്മൾ അനലൈസ് ചെയ്യും. റിസ്ക് ഇപ്പം ഏറ്റവും മനസ്സിലാവുന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ പൈത്തൺ വെച്ച് ഡെവലപ്പ് ചെയ്യാം, PHP വെച്ച് ഡെവലപ്പ് ചെയ്യാം, ജാവ വെച്ച് ഡെവലപ്പ് ചെയ്യാം. ഇങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും ഏതാണ് ബെറ്റർ നല്ലതെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ പൈത്തൺ ഇല്ല, ആ ഒരു ഓർഗനൈസേഷനിൽ പൈത്തൺ അറിയുന്ന സ്കിൽഡ് ആയിട്ടുള്ള പൈത്തണിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു റിസ്ക് ആണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം പൈത്തണിൽ ഡെവലപ്പ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു, സൊല്യൂഷൻ നമ്മൾ കണ്ടത് ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം ചെയ്യാൻ പോവാണ് ഇൻ പൈത്തൺ എന്നുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പക്ഷേ അവിടെ ഒരു റിസ്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തണിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ആ ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റിസ്ക്. അത് റിസ്കിനൊരു എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ വേറൊരു കേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പൈത്തൺ ടെക്നോളജി അവിടെയുള്ള സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഉണ്ടാവുന്നൊരു കേസല്ല, എന്നാലും ഞാൻ റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ റിസ്ക്. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, അതാണ് റിസ്ക്. ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിൽ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലത്തിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ആ റിസ്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് സ്പൈറൽ മോഡലിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പം ഇറ്റ് സപ്പോർട്ട്സ് റിസ്ക് ഹാൻഡിൽ ചെയ്യുന്നു. അതായത് റിസ്ക് മനസ്സിലാക്കുന്നു, റിസ്ക് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ റിസ്ക് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മെത്തേഡും കൂടെ, റിസ്ക് ഹാൻഡിൽ ചെയ്യുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. ഇൻ ഇറ്റ്സ് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സ്പൈറൽ. അതായത് ഇപ്പം ഡയഗ്രമാറ്റിക് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതൊരു സ്പൈറൽ പോലെ ഇങ്ങനെ കാണിക്കുക ചെയ്യാം. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സ്പൈറൽ വിത്ത് മെനി ലൂപ്സ്. കുറേ ലൂപ്സ്. ഈ ലൂപ്പ് എത്ര പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രോജക്റ്റ് ടൈപ്പ്. നമുക്കിപ്പോൾ എത്ര ഫേസസ് വേണം എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈ ലൂപ്പ് എത്ര പോകുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്ത് എത്ര പ്രാവശ്യം ഇതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ എടുത്ത് വീണ്ടും കറക്റ്റ് ചെയ്ത് വരുന്നു എന്നുള്ളതിനൊക്കെ അനുസരിച്ചിരിക്കും ലൂപ്പിൻ്റെ എണ്ണം. ഈച്ച് ലൂപ്പ് ഓഫ് ദി സ്പൈറൽ ഈസ് കോൾഡ് എ ഫേസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലുള്ള ഓരോ ഫേസിനെ ആയിരിക്കും ഓരോ ലൂപ്പും റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
There are specific activities that are done in one iteration where the output is a small prototype of the large software. അതായത് നമ്മളിപ്പം ഓരോ ഐറ്ററേഷനിലും കുറേ ആക്ടിവിറ്റീസ് വരും. അതായത് ഓരോ ഐറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലും കുറേ ആക്ടിവിറ്റീസ് വരും. എന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും. അതായത് ഒരു മോഡൽ ഉണ്ടാക്കും, ഒരു സാമ്പിൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പം ഒരു വലിയൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കും ഓരോ ലൂപ്പ് കഴിയുമ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ അഗെയിൻ വീണ്ടും ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. അങ്ങനെ ലൂപ്പിൻ്റെ എണ്ണം കൂടും. അപ്പം the same activities are then repeated for all the spiral until the entire software is built. അതായത് ഓരോ സ്പൈറലിൻ്റെ ഉള്ളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിലും കുറേ ആക്ടിവിറ്റീസ്, അതായത് ഒരു ഫേസിൻ്റെ ഉള്ളിൽ കുറേ സബായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പം അത് എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. അഗെയിൻ വീണ്ടും ഈ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുമ്പോഴും ഈ ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും. അഗെയിൻ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കും. ഇങ്ങനെ പോകും. ആൻഡ് ഇതാണ് സ്പൈറൽ മോഡലിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. കുറേ ലൂപ്സ് ഉണ്ടാവും. ഓരോ ലൂപ്സിലും ഇതാണ് മെയിൻ ഫേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ ലൂപ്പിനെയും നമുക്കിങ്ങനെ സെക്ടർ ആക്കാം. 4 സെക്ടർ ആക്കിയിട്ടുണ്ട്. അപ്പം മെയിൻ ഫേസസ് ആണ് ഈ പറയുന്നത്. പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ. ഡെവലപ്മെൻറ്റ് ടെസ്റ്റിങ്ങിനെ നമുക്ക് എഞ്ചിനീയറിംഗ് ഫേസ് ആയിട്ട് പറയാം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്പൈറൽ മോഡൽ ഹാസ് 4 phases described. 4 phases ആണ് സ്പൈറൽ മോഡലിനുള്ളത്. വിച്ച് ഈസ് പ്ലാനിങ് ഫേസ്, റിസ്ക് അനാലിസിസ് ഫേസ്. പ്ലാനിങ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള കുറേ പ്ലാനിങ് ഒക്കെ കറക്റ്റായിട്ട് ഇനീഷ്യലി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് പ്ലാനിങ് ഫേസിൽ വരിക. അതായത് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുന്നു, പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് ദാറ്റ് ഈസ് SRS ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു, വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട്, നമ്മളുടെ പ്രോജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളൊരു സ്റ്റഡി നടത്തുന്നു. ഇതൊക്കെ പ്ലാനിങ് ഫേസിൽ വരും. then അടുത്തത് റിസ്ക് അനാലിസിസ് ഫേസ്. റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ സൊല്യൂഷൻ റിസ്ക് സോൾവ് ചെയ്യുന്നു. ഇതൊക്കെയാണ് റിസ്ക് അനാലിസിസ് വരുന്നത്. ദെൻ എഞ്ചിനീയറിംഗ് ഫേസിലാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ദാറ്റ് ഈസ് നമ്മുടെ സോഫ്റ്റ്വെയറിന് കോഡിംഗ്, ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. ആ സ്റ്റേജാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഫേസ്. ദെൻ ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗിവൺ ടു ദ കസ്റ്റമർ ആൻഡ് കളക്ട് ഫീഡ്ബാക്ക് ഫ്രം ദ കസ്റ്റമർ. റിവ്യൂ ചെയ്യുക, അതായത് കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് കസ്റ്റമർ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. നമ്മൾ ഉണ്ടാക്കി അതിനുശേഷം അത് കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഫീഡ്ബാക്സ് തരുന്നു. ഫേസിനെയാണ് നമുക്ക് ഇവാലുവേഷൻ ഫേസ് എന്ന് പറയുക. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ഫേസിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സ് ആർ സ്റ്റഡീഡ് ആൻഡ് ഗാതേർഡ്. റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു, അതിനെ സ്റ്റഡി ചെയ്യുന്നു. ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു. റിവ്യൂസ് ആൻഡ് വർക്ക് ത്രൂസ് ടു സ്ട്രീം ലൈൻ ദ റിക്വയർമെൻറ്റ്സിനെ അനലൈസ് ചെയ്യുക, അതായത് റിവ്യൂസും കുറേ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ ദ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഇൻ പ്ലാനിങ് ഫേസ്. ദെൻ നെക്സ്റ്റ് അവിടെ നിന്ന് ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ്. അതായത് റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്ലാനിങ് ഫേസിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ്സ് SRS, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, SRS ഡോക്യുമെൻ്റ് ആയിരിക്കും ഇവിടെയുള്ള ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് റിക്വയർമെൻറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഡോക്യുമെൻറ്റ്. റിക്വയർമെൻറ്റ്സിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കും. ആൻഡ് ഫൈനലൈസ്ഡ് ലിസ്റ്റ് ഓഫ് റിക്വയർമെൻറ്റ്സ്. ആ ഡോക്യുമെൻറ്റിൽ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ള ഫൈനലൈസ് ചെയ്ത് അവിടെ കൊടുക്കും. ഇതാണ് പ്ലാനിങ് ഫേസിൽ നടക്കുന്നതും പ്ലാനിങ് ഫേസിൽ ഉണ്ടാകുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന ഫേസിൽ എന്താ നടക്കുന്നു? റിക്വയർമെൻറ്റ്സ് ആർ സ്റ്റഡീഡ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ആർ ഡൺ ടു ഐഡൻറ്റിഫൈ ദ പൊട്ടൻഷ്യൽ റിസ്ക്. Once the risks are identified, risk mitigation strategy is planned and finalized. ഒന്നുമില്ല, റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അപ്പം ഈ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കും. ആ സൊല്യൂഷൻസിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിസ്ക്കും മനസ്സിലാക്കും. ഇതാണ് റിസ്ക് അനാലിസിസിൽ ചെയ്യുന്നത്. അപ്പം റിസ്ക് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് റിസ്ക് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നു. അപ്പം ഇവിടെ നിന്നുണ്ടാകുന്ന ഒരു ഡെലിവറബിൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വിച്ച് ഹൈലൈറ്റ്സ് ഓൾ ദ റിസ്ക് ആൻഡ് ഇസ് മിറ്റിഗേഷൻ പ്ലാൻസ്. അതായത് നമുക്ക് ഈ റിസ്ക് സോൾവ് ചെയ്യാനുള്ള പ്ലാൻസ്, അതിൻ്റെ ആ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മുടെ എഞ്ചിനീയറിംഗ് ഫേസിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആണ്. ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ഇഫ് ദ സോഫ്റ്റ്വെയർ ടേക്സ് പ്ലേസ് ഇൻ ദിസ് ഫേസ്.
അപ്പം സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും അതാണ് എൻജിനീയറിംഗ് ഫേസിൽ നടക്കുന്നത്. ആൻഡ് അവിടെ നിന്നുണ്ടാകുന്ന എന്തായിരിക്കും ഔട്ട്പുട്ട്? കോഡിംഗ് ഒക്കെ അല്ലേ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കോഡ് ചെയ്യുക. അപ്പോൾ കോഡും ടെസ്റ്റ് കേസസ്, അതായത് ടെസ്റ്റ് കേസസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അത് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഫേസിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ക്ലിയർ ആവും. ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ് ടെസ്റ്റിങ്ങിൽ എന്തൊക്കെ വരുന്നുള്ളത്. എന്തൊക്കെ ടെസ്റ്റിംഗ് ഇസ് എ വൈഡ് ടോപ്പിക്, വലിയൊരു ടാസ്ക്കാണ്. അവിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് കേസസ് ആൻഡ് ടെസ്റ്റ് റിസൾട്ട്സ്, ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് ആൻഡ് ഡിഫക്റ്റ് റിപ്പോർട്ട്, ഇതൊക്കെ അതായത് ടെസ്റ്റിങ്ങിൻ്റെ എന്തൊക്കെ കേസസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു, അതിൻ്റെയൊക്കെ ഔട്ട്പുട്ട് എന്തായി, റിസൾട്ട് എന്തായിരുന്നു, ഇതൊക്കെയായിരിക്കും ഇവിടുത്തെ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കോഡും നമ്മുടെ സോഫ്റ്റ്വെയർ കോഡും അതുപോലെ തന്നെ ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് റിസൾട്ട്സ് ആൻഡ് ടെസ്റ്റ് സമ്മറി റിപ്പോർട്ടൊക്കെ. ലാസ്റ്റത്തെ ഇവാലുവേഷൻ ഫേസ്. ഇവാലുവേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇവാലുവേറ്റ് ദ സോഫ്റ്റ്വെയർ ആൻഡ് പ്രൊവൈഡ് ദെയർ ഫീഡ്ബാക്ക് ആൻഡ് അപ്രൂവൽ. കസ്റ്റമർ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സോഫ്റ്റ്വെയറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവരുടെ ഫീഡ്ബാക്ക് തരും, അല്ലെങ്കിൽ ഇഫ് ദേ ആർ അപ്രൂവ്ഡ് എന്നുള്ളൊരു കാര്യം പറയും. അതായിരിക്കും ഇവാലുവേഷൻ ഫേസിൽ നടക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റഡ് ഡോക്യുമെൻറ്റ്. അടുത്ത അതിൻ്റെ അഡ്വാൻറ്റേജസ്, സ്പൈറൽ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് ഫാസ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും സ്പൈറൽ മോഡലിൽ. റിസ്ക് ഹാൻഡ്ലിങ്, ഇറ്റ്സ് എ മെയിൻ അഡ്വാൻറ്റേജ്, റിസ്ക് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം റിസ്ക് ഹാൻഡ്ലിംഗ് എന്നുള്ള എപ്പോഴും സ്പൈറൽ മോഡൽ പറയുമ്പോൾ ഓർമ്മിക്കുക, സ്പൈറൽ മോഡലിന് ബാക്കിയുള്ളതിൽ നിന്നൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് റിസ്ക് ഹാൻഡ്ലിങ്. റിസ്ക് അനലൈസ് ചെയ്യും. നമ്മളിപ്പം വേറെ എല്ലാ മോഡലിലും റിസ്ക് അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവിടെ റിസ്ക് കുറേ എല്ലാ സൊല്യൂഷൻസിലെയും റിസ്ക് അനലൈസ് ചെയ്യുകയും കൂടെ ചെയ്യും. അപ്പം റിസ്ക് ഹാൻഡ്ലിങ്, അതായത് the projects with many unknown risks that occur as the development proceeds. In that case, spiral model is the best development model to follow due to the risk analysis and risk handling at every phase. അതായത് റിസ്ക് ഉണ്ടാവാൻ കുറേ ഡെവലപ്മെൻറ്റ് ഫേസിൽ നമുക്ക് റിസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ റിസ്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അങ്ങനെയൊക്കെയുള്ള കേസിൽ നമുക്ക് സ്പൈറൽ മോഡലായിരിക്കും ബെറ്റർ. ഗുഡ് ഫോർ ലാർജ് പ്രോജക്ട്സ്, വലിയ പ്രോജക്ട്സിനൊക്കെ നല്ലതാണ് സ്പൈറൽ മോഡൽ. It is recommended to use the spiral model in large and complex projects. പിന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ റിക്വയർമെൻറ്റ്സ്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഇവാലുവേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേസ് അല്ലേ ഇവാലുവേഷൻ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും റിവ്യൂ നടത്താം. റിക്വയർമെൻറ്റ്സ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് റിക്വയർമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും, അതായത് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന സാധനങ്ങളെയാണ് ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്കൊരു ഫേസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും അടുത്ത ഫേസിൽ അടുത്ത ലൂപ്പിൽ പോയാൽ മതി, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു ലൂപ്പ്, ദാറ്റ് ഇസ് നെക്സ്റ്റ് ഒരു ഫേസിലും കൂടെ പോയാൽ മതി. അപ്പം ഫ്ലെക്സിബിലിറ്റി ഇൻ റിക്വയർമെൻറ്റ്സ്, ചേഞ്ച് റിക്വസ്റ്റ് ഇൻ ദ റിക്വയർമെൻറ്റ്സ് അറ്റ് ലേറ്റർ ഫേസ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ആക്യുറേറ്റ്ലി ബൈ യൂസിങ് ദിസ് മോഡൽ ആൻഡ് കൺട്രോൾ ടുവേർഡ്സ് ഓൾ ദ ഫേസസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ്. എല്ലാ ഫേസിനും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. മോർ ആൻഡ് മോർ ഫീച്ചേഴ്സ് ആർ ആഡഡ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. ഓക്കെ, ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. ഹാസ് റൂം ഫോർ കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് ദ ചേഞ്ചസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഫാസ്റ്റർ. കസ്റ്റമർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമർക്ക് ഫീഡ്ബാക്ക് തരാനായിട്ടുള്ളൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇവാലുവേഷൻ എന്ന് പറയുന്നൊരു ഫേസ് ഇല്ല, എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും മാറ്റാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെ, കസ്റ്റമറിനെ ഇൻവോൾവ് ചെയ്യാം. ഫീഡ്ബാക്ക് തരാനാണെങ്കിലും എന്ത് രീതിയിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനും കൂടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കസ്റ്റമർ ക്യാൻ സീ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് അറ്റ് ദ ഏർലി ഫേസ് ഓഫ് ദി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് thus they habituated with the system by using it before completion of the total product. അതായത് നമ്മുടെ ടോട്ടലായിട്ട് പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കസ്റ്റമർക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കാണാനൊക്കെ പറ്റും. ഡെവലപ്മെൻറ്റ് ഫേസിൽ തന്നെ ഈ പ്രോഡക്റ്റിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും, എന്നിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ പറ്റും. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ്. ഓക്കെ, സ്പൈറൽ മോഡൽ അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് കോംപ്ലക്സ്. ദ സ്പൈറൽ മോഡൽ ഈസ് മച്ച് മോർ കോംപ്ലക്സ് ദാൻ അതർ SDLC മോഡൽസ്. ബാക്കി നമ്മൾ ഇതുവരെ പഠിച്ച മോഡൽസിനേക്കാളും ഇത്തിരിയുടെ കോംപ്ലക്സ് ആണിത്.
expensive. Spiral model is not suitable for small projects as it is expensive. Okay, and too much dependable on risk analysis. The successful completion of the project is very much dependent on risk analysis. Without very highly experienced expertise, it is going to be a failure to develop a project using this model. Spiral model use ചെയ്യാം വെൽ സ്കിൽഡ് ആയിട്ടുള്ള നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ടീമാണ് നമ്മളുടെ ഡെവലപ്മെന്റ് ടീം എന്നുണ്ടെങ്കിലാണ് സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുക. Difficulty in time management, as the number of phases is unknown at the start of the project, so time estimation is very difficult. നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എത്ര ഫേസ് പോകുന്നുള്ളതൊന്നും ആദ്യമേ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ ടൈം മാനേജ്മെന്റ് ഇസ് എ ബാരിയർ ഹിയർ. ആൻഡ് സ്പൈറൽ മേ ഗോ ഇൻഫിനിറ്റ്ലി. തന്നെ സ്പൈറൽ എത്ര വേണേ പോവാം, അതായത് ഫേസസ് എത്ര വേണേ പോവാം. ഡോക്യുമെന്റേഷൻ ഈസ് മോർ ആസ് ഇറ്റ് ഹാസ് ഇന്റർമീഡിയറ്റ് ഫേസസ്. ഫേസിൻ്റെ ഓരോ ഫേസിൻ്റെ ഉള്ളിൽ അഗെയിൻ കുറേ ടാസ്ക് ഒക്കെ വരുന്നതുകൊണ്ട് ഡോക്യുമെന്റേഷൻ ഇസ് വെരി ഡോക്യുമെന്റേഷൻ കൂടുതലായിരിക്കും. കുറേ സബായിട്ടൊക്കെ കുറേ ആക്ടിവിറ്റീസ് വരും ഇവിടെ. അതുകൊണ്ട് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കുറച്ച് കൂടുതലായിരിക്കും. ഇവിടെ ഡോക്യുമെന്റേഷൻസ് കൂടുതലായിരിക്കും. ഡോക്യുമെന്റേഷൻ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് റെക്കോർഡ്സ് ആണ്. നമ്മളിങ്ങനെ കുറേ ആക്ടിവിറ്റി ചെയ്തിങ്ങനെ പോകുന്ന മാത്രമായിരിക്കില്ല, ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ഇതിനൊക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മൂഡിൽ സൈറ്റിൽ നമ്മൾ ക്ലാസ് ഇടുന്നു, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു എന്നുള്ളൊരു ആക്ടിവിറ്റി മാത്രമല്ലാതെ നമ്മളിടുന്ന ക്ലാസ്സസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എന്തൊക്കെ ക്ലാസ്സസ് എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസിൻ്റെ ഒരു റെക്കോർഡ്സ്, അഗെയിൻ സ്റ്റുഡൻസിൻ്റെ ലോഗ്, അതായത് അറ്റൻഡൻസ് എങ്ങനെയെന്നുള്ള റെക്കോർഡ്സ്, അങ്ങനെ കുറേ റെക്കോർഡ്സ് സ്റ്റുഡൻസ് മൊത്തമായിട്ട് ഈ സൈറ്റിൽ ലോഗ് ചെയ്തത്, ഓരോ സബ്ജക്റ്റിൽ ലോഗ് ചെയ്തത്, ഇങ്ങനെയൊക്കെ റെക്കോർഡ്സും കൂടെ കീപ്പ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഡോക്യുമെന്റേഷൻ ആയിട്ട് പറയാം. അതായത് വെറും ആക്ടിവിറ്റീസ് മാത്രമായിരിക്കില്ല, ഡോക്യുമെന്റേഷനും കൂടെ ഉണ്ട് എന്നുള്ളതാണ് സ്പൈറൽ മോഡലിൽ. കുറേ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും സ്പൈറൽ മോഡലിൽ. ഇറ്റ്സ് എ ഡിസഡ്വാൻറ്റേജ്. കുറേ ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദ പ്രോജക്റ്റ് ഈസ് ലാർജ്, വെർ ദ സോഫ്റ്റ്വെയർ നീഡ്സ് കണ്ടിന്യൂസ് റിസ്ക് ഇവാലുവേഷൻ, റിക്വയർമെൻറ്റ്സ് ആർ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് റിക്വയർ കണ്ടിന്യൂസ് ക്ലാരിഫിക്കേഷൻ. ഇവിടെയൊക്കെയാണ് നമ്മളുടെ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യുന്നത്. അതായത് വലിയ പ്രൊജക്ട്സുകളിൽ ആൻഡ് റിസ്ക് ഇവാലുവേഷൻ കൂടുതലായിട്ട് നടത്തേണ്ട ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിൽ, ആൻഡ് റിക്വയർമെൻറ്റ്സ് ആർ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ആൻഡ് റിക്വയർ കണ്ടിന്യൂസ് ക്ലാരിഫിക്കേഷൻ. റിക്വയർമെൻറ്റ്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസിൽ ഇപ്പോൾ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് ഒന്നും നടത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ റിവ്യൂ ചെയ്ത് വീണ്ടും വി ക്യാൻ മോഡിഫൈ. അങ്ങനത്തെ കേസിലൊക്കെ സ്പൈറൽ മോഡൽ. സോഫ്റ്റ്വെയർ റിക്വയർസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഒക്കെ വേണ്ടി വരുന്നത് ആണെങ്കിൽ, or enough time frame is there to get user feedback ഒക്കെ കളക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പൈറൽ മോഡൽ യൂസ് ചെയ്യും. ആൻഡ് where releases are required to be frequent, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിലീസ് ചെയ്യണം. അതായത് സാമ്പിളും ഇടയ്ക്കിടയ്ക്ക് റിലീസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് പ്രൊജക്ട്സിലൊക്കെ സ്പൈറൽ മോഡൽ ഈസ് മച്ച് ബെറ്റർ. അപ്പം നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. Each spiral can be termed as a loop, and each loop is a separate development process in a spiral model. Okay, നമുക്ക് സ്പൈറൽ ആയിട്ടാണ് ഡയഗ്രമാറ്റിക്കലി ഇത് കാണിക്കുന്നത്. ഓരോ ലൂപ്പും അല്ലെങ്കിൽ ഓരോ സ്പൈറലിനെ നമുക്കൊരു ലൂപ്പായിട്ട് പറയാം. ആ ലൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെവലപ്മെന്റ് പ്രോസസ്സിലുള്ള ഒരു ഫേസ് ആണ്. ദ 4 ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ഉള്ളത്? പ്ലാനിങ്, റിസ്ക് അനാലിസിസ്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇതിൽ വരുന്നതാണ് ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ്, ആൻഡ് ഇവാലുവേഷൻ ഫോം ദ ഇന്റർമീഡിയറി ഫേസസ് ഓഫ് എ സ്പൈറൽ മോഡൽ and is repeated again for each loop. This model is very good to use for larger projects where you can develop and deliver smaller prototypes and can enhance it to make the larger software. The implementation of this model requires experienced resources, as risk analysis is a very integral part of this model, and risk analysis requires expertise, and as a result this model becomes costly. Okay, അപ്പോൾ അതായത് നമുക്ക് പ്രോട്ടോടൈപ്സ് ഇടയിൽ ഉണ്ടാക്കാം, എന്നിട്ട് മോഡിഫൈ ചെയ്ത് നമ്മളുടെ ലാർജ് പ്രൊജക്ട്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് അതേപോലെ തന്നെ റിസ്ക് അനാലിസിസ് ഇസ് എൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഹിയർ. സോ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടീം മെമ്പേഴ്സ് ഉണ്ടാവണം സ്പൈറൽ മോഡലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ആൻഡ് കോസ്റ്റ്ലി ആണിത്.
എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം സ്പൈറൽ മോഡൽ പഠിക്കുക. ഇപ്പം നമ്മൾ വാട്ടർഫോൾ മോഡൽ പഠിച്ചു, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായി ലീനിയർ ആയിട്ട് പോകുന്നത്. അതിലാണ് നമുക്ക് ബാക്ക് ട്രാക്കിംഗ് പോസിബിൾ അല്ലാത്തത്. ദെൻ ഇൻക്രിമെൻ്റൽ മോഡൽ പഠിച്ചു, പ്രോട്ടോടൈപ്പിംഗ് മോഡൽ പഠിച്ചു, സ്പൈറൽ മോഡൽ പഠിച്ചു. പഠിച്ച് ഇങ്ങനെ പോകുന്നതിന് പകരം ചോദിക്കുക, ഡൗട്ടൊക്കെ ചോദിക്കുക. ഒന്നുമില്ല, ഡൗട്ട്സ് ഒന്നും ആർക്കുമില്ല, ഒരു ഡിസ്കഷനും നടക്കുന്നില്ല. വെറുതെ ക്ലാസ് കണ്ട് വിടരുത്. നിങ്ങൾക്ക് ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഉള്ള തരത്തിലാണ് ഇപ്പം നമ്മളെ ക്ലാസ് പോകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മളും ചെയ്യാം.